നമസ്കാരം. ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ ആഡ് കണ്ടില്ലേ, താഴെ എഴുതി പോകുന്നത്, ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നു, അതുപോലെ കോൾ ചെയ്യുന്നു, അതുപോലെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കോൾ ചെയ്യുന്നു. എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണം. അപ്പോൾ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ, അല്ലെങ്കിൽ മറവിയുണ്ടോ, എല്ലാം മറന്നു പോകുന്നു എന്നുള്ള പരാതി ഉണ്ടോ? അത്തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പോകുന്ന പരസ്യം. അതുപോലെ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, പഠിക്കുന്ന കുട്ടികൾ, ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ മേളിലേക്ക് പഠിക്കുന്ന കുട്ടികൾ, മുകളിലോട്ട് എത്ര ആയിക്കോട്ടെ, സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന, അതേപോലെ PSC എഴുതുന്നവരുണ്ടോ, കേട്ടിട്ട് എഴുതുന്നവർ, നീറ്റ് പരീക്ഷ എഴുതുന്നവർ, കുത്തിയിരുന്ന് കോച്ചിങ്ങിന് പോയിരുന്ന് പഠിക്കുന്നവരുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പോകുന്നത്. നിങ്ങൾക്കും ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ കുറവാണ്, എനിക്ക് കൂടുതൽ ഓർമ്മ വേണം, മറന്നു പോകുന്ന പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ആവശ്യമാണ്. ഇത് ഏത് മാനസികാവസ്ഥയിലുള്ളവർക്കും പ്രശ്നമല്ല. നിങ്ങളിപ്പോൾ സങ്കടത്തിലാണോ ഇരിക്കുന്നത്, വേറെ എന്തെങ്കിലും പ്രതിസന്ധിയിലാണോ, അതൊന്നും ഒരു വിഷയമേ അല്ല. ഇത് ഒരുതരം ടെക്നിക്കാണ്. മെന്റലിസം പോലെ ഒരു അടിപൊളി ഒരു പരിപാടിയാണ്. അതായത് 100% ഞെട്ടുന്ന പരിപാടിയാണ് മറ്റുള്ളവർ. ഇത് നിങ്ങളെ മെമ്മറി പവർ കൊണ്ട് മറ്റുള്ളവരെ ഞെട്ടിക്കും, ഓർമ്മശക്തി കൊണ്ട് മറ്റുള്ളവർ ഞെട്ടും. ഏത് പ്രായക്കാർക്കും അനായാസം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് മറന്നു പോണത്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ മുതിർന്നവർക്കുള്ളത്. എന്തെങ്കിലും ഒരു താക്കോൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും, അതല്ലെങ്കിൽ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ടുവെക്കും, മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും, വെച്ചിട്ട് നമ്മൾ പിന്നെ മിസ് കാൾ അടിച്ചു നോക്കും. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ വെച്ചത് സ്ഥലം മറന്നു പോകുന്നത്. ഞാൻ ഉറപ്പു തരുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് എവിടെ കൊണ്ട് വെച്ചാലും നിങ്ങൾ മറക്കൂല. ആ സാധനത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെച്ച സ്ഥലം ഓർമ്മ വരും, നിങ്ങൾ പോയി എടുത്തുകൊണ്ട് വരും. ഇനി 100 കണക്കിന് സാധനങ്ങളുടെ, വേണമെങ്കിൽ 1000 കണക്കിന്, ഇനി ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. പിന്നെ ജന്മത്ത് മറക്കൂല. എപ്പോഴാണോ നിങ്ങൾക്ക് അത് ഓർക്കേണ്ടത് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് ഓർമ്മ വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ 1000 കണക്കിന് ചോദ്യോത്തരങ്ങൾ, നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ചോദ്യോത്തരങ്ങളുണ്ടല്ലോ, കുട്ടികൾ കോച്ചിങ്ങിന് പോയി കുത്തിയിരുന്ന് പഠിക്കുന്നത്, പഠിച്ച് തലയ്ക്ക് ഭ്രാന്തെടുക്കും സത്യം പറഞ്ഞാൽ. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കുട്ടികൾ കോച്ചിങ്ങിന് പൊക്കോട്ടെ. കോച്ചിങ്ങിന് അവിടെ പോയി അവരുടെ അധ്യാപകൻ അവരെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ കംബോഡിയയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നോംപെൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഒരൊറ്റ തവണ മതി. പിന്നെ ഏത് നട്ടപ്പാതിലേക്ക് ഉറക്കം വിളച്ചിട്ട് കംബോഡിയയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോംപെൻ എന്ന് പറയും. ചോദ്യം ചോദിച്ച ഉത്തരം എഴുതും. അതാണ് ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടുപിടുത്തങ്ങൾ, കണ്ടുപിടിച്ചവർ, നാണയങ്ങൾ, തലസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, ഫ്ലാഗുകൾ എന്ന് വേണ്ട, അത്തരത്തിലുള്ള മുഴുവൻ ജനറൽ നോളജ് പഠിക്കണം നമ്മൾ പറയില്ലേ, സകല എക്സാമുകൾക്കും അതാണ്. അതൊക്കെ ഒരൊറ്റ തവണ നിങ്ങൾ വായിച്ചാൽ മതി. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അതുപോലെ തന്നെയാണ് അക്കങ്ങൾ, സംഖ്യകൾ. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ഏതൊക്കെ മേഖലയിലാണോ പോകേണ്ടത് ആ മേഖലയിലൂടെ ഉള്ള എല്ലാ മേഖലകളിലും അവർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില ടെക്നിക്കുകൾ, മെന്റലിസം ടെക്നിക്കുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു മഹാസംഭവമാണിത്. പക്ഷെ ഇത് അത്രയ്ക്ക് ഒരു ബാലികേറാ മലയാണ്, എന്തോ ഇത് നമുക്ക് പറ്റാത്തതെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇതിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇത്രയേ ഉള്ളോ, ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ 1000 കണക്കിന് വർഷത്തെ കലണ്ടറുകൾ, പിന്നെ വിദ്യാർത്ഥികൾക്ക് വലിയ ഉപന്യാസങ്ങൾ പഠിക്കണമെങ്കിൽ അത്, അങ്ങനെ എന്തും സമസ്ത മേഖലകളും, വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളിലും അവർക്ക് ഉപകാരമാണ്. പിന്നെ മറന്നു പോകുന്നു എന്നുള്ളവർക്ക്, അത് ഏത് പ്രായക്കാരായാലും കുറച്ച് മെന്റലിസം ടെക്നിക്കുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ടെക്നിക്കുകൾ നിങ്ങൾ പ്രയോഗിക്കണം. നിങ്ങൾ കുറച്ചു കാലത്തേക്ക് കുട്ടിയായിട്ടൊന്ന് മാറുക. ഒരു 18-17 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾ മാനസികമായിട്ട് മാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓർമ്മയുടെ ലോകത്ത് അഗ്രഗണ്യന്മാരാകാൻ പറ്റും നിങ്ങൾക്ക്. ആകെ ചെയ്യേണ്ടത്, ഇതിൽ ഒരു 40 വീഡിയോകളുണ്ട്. ഈ 40 വീഡിയോകൾ തുടക്കം മുതൽ ആ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ അതേപടി ഒന്ന് ചെയ്യുക. ഞാൻ ഇത്രയും പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇത് ചെയ്യൂല എന്ന് വാശിയൊന്നും പിടിക്കണ്ട. അത് ഒന്ന് പ്രായം ഒന്ന് ഇറങ്ങി വരട്ടെ, മാനസികമായി പ്രായം ഇറങ്ങി വന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ, ആ 40 വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അതൊന്ന് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി അത്ഭുതകരമായിട്ട് മാറും എന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി. ഒരു 8ാം ക്ലാസ് മുതൽ ഒരു 10, 60, 70 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർ ഈ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിൽ എനിക്ക് പറ്റൂ എന്നുള്ള ചോദ്യം വേണ്ട, എല്ലാവർക്കും പറ്റും. എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന മെസ്സേജിൽ, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ പരസ്യത്തിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി.
കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് വലിയ ചിലവൊന്നുമില്ല, തീരെ ചെറിയ ചിലവ്. ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു സാധാരണക്കാരനും കഴിയുന്ന തോതിലാണ് അതിന്റെ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പറ്റും. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ ആക്കണ്ട. നിങ്ങൾക്ക് ഓർമ്മശക്തി വേണോ, ഓർമ്മ വേണോ, അത് നടക്കും. നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊന്നും ഇനി നിങ്ങൾ മറക്കൂല. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്.